ടെക്കിന് റാങ്ക് വാങ്ങിയിരിക്കുകയാണല്ലോ. അത് മേലൂരിൽ നിന്ന് ഒരു ടെക്കിന് ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള നേട്ടങ്ങളൊന്ന് വിവരിക്കാമോ? ബിടെക്കിന് എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ കുറേ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തതും, പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക എംടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാനാണെന്ന് തോന്നുന്നു ഫസ്റ്റായിട്ട് ഇങ്ങനെ പേപ്പർ പബ്ലിക്കേഷൻ അതൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇത് തന്നെ ഒരു വലിയ നേട്ടമല്ലേ, ഫസ്റ്റ് റാങ്ക് കിട്ടാമെന്ന്. എവിടെയാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്? ഒന്നാം ക്ലാസ് KMNS സീനിയർ സെക്കൻഡറി സ്കൂൾ. അത് ഏത് ക്ലാസ് വരെ ഉണ്ടായിരുന്നു? +2 വരെ, LKG മുതൽ +2 വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ NCC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പറവൂർ, അത് കഴിഞ്ഞ് പിന്നെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് എംടെക്. അതെല്ലാം പ്രൊഫഷൻ സെയിം ആയിരുന്നു? എഞ്ചിനീയറിംഗ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, എംടെക്കും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. അത് ഏത് ഫീൽഡിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ക്വറി പ്രോസസ്സിംഗ് ആണ് താല്പര്യം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതാണ്. അപ്പോൾ അതിലാണ് എനിക്ക് റിസർച്ച് ചെയ്യാനും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് PhD മുന്നിൽ കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ റിസർച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു? അതാണ് താല്പര്യം. കാര്യം എനിക്ക് 10th പഠിക്കുമ്പോൾ 10th കഴിഞ്ഞപ്പോൾ മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം, +2 കഴിഞ്ഞപ്പോൾ. അങ്ങനെ പറ്റിയില്ല, എഞ്ചിനീയറിംഗ് പ്രൊഫഷനാണ് ദയവായിട്ട് തന്നത്. അപ്പോൾ ഇങ്ങനെ പേരുടെ കൂടെ ഒരു ഡോക്ടർ എന്നുള്ള ഒരു ഇതും കൂടി വേണമെന്ന് ആഗ്രഹം. ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എഞ്ചിനീയറിംഗ് കിട്ടുമെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എഞ്ചിനീയറിംഗ് റിസർച്ച് വളരെ കോസ്റ്റ്ലി ആണല്ലോ മറ്റെല്ലാത്തരം റിസർച്ചിനെ അപേക്ഷിച്ച്. പക്ഷെ അതല്ലല്ലോ നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഡോക്ടറേറ്റ് PhD ഡിഗ്രി. അത് കോസ്റ്റ്ലി ആണെങ്കിലും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്ത് ശമ്പളം അതിനുവേണ്ടി ഞാൻ സ്വരൂപിക്കും. ശരിയാണ്. മാത്രമല്ല PhD ഉള്ള ആളുകൾ വളരെ അപൂർവമാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. അതൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കാര്യം ടീച്ചിങ് ഫീൽഡ് ആയത് കാരണം അതിലൊന്നും കൂടി എക്സൽ ചെയ്യണമെങ്കിൽ PhD ഒരു റിക്വയർമെൻ്റ് ആണ്. പക്ഷേ റിസർച്ച് ഫെസിലിറ്റീസ് സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവല്ലേ ഉള്ളൂ യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ? കഴിവല്ല എന്നുവെച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. അതായത് എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ എവിടെ കിട്ടും? എക്സ്പീരിമെൻറ്റ്സ് അതല്ല, ഇപ്പോൾ ഓൾറെഡി എംടെക് ഇപ്പോൾ രാജഗിരി പഠിച്ചുകൊണ്ട് കുറേയൊക്കെ ഞങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞങ്ങളെ സ്റ്റഡി നടത്തിയത് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിലിറ്റീസും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇപ്പം തന്നെ ഞങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ കിട്ടിയിട്ടുണ്ട്. PhDക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും എന്തായാലും. ഇപ്പോൾ പേപ്പർ പബ്ലിക്കേഷൻ തന്നെ എന്നെ ഗൈഡ് ചെയ്തൊരു PhD എടുത്തൊരു സാറ്. അപ്പോൾ ആ സാറിൻ്റെ കുറേ അഡ്വൈസും സാറ് പറയും എപ്പോഴും പേപ്പർ വായിക്കുമ്പോൾ ഇങ്ങനെ പേപ്പർ വായിച്ച് നമുക്കൊരു വട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയാവും. അതായത് പിന്നെ ഫുൾ ടൈം ഉറക്കത്തിലൊക്കെ ആ ഏരിയനെ കുറിച്ചായിരിക്കും ഫുൾ ചിന്ത. ആ ഒരു ലെവൽ വരെ എത്തണം ശരിക്കും. നമ്മൾ ഒരുപാട് എന്നുവെച്ചാൽ TV കാണുക, അത് സിനിമ അങ്ങനെയൊന്നുമല്ല, ഫുൾ ടൈം പേപ്പർ വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവണമെന്ന്. വാസ്തവത്തിൽ ഇപ്പം ഇൻ്റർനാഷണലായിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളും ഉണ്ട്. അതിലൊക്കെ പോകാറുണ്ടോ? IEEE സൈറ്റ്, ACM പബ്ലിക്, സ്പ്രിങ്ങർ ഒക്കെ വായിക്കാറുണ്ട്. അതിനകത്തുള്ള എല്ലാ പേപ്പേഴ്സും വായിക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും സമയം എവിടെ നിന്ന് കണ്ടെത്താം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റൊന്നും ഞാൻ ഫേസ്ബുക്കിലോ ഓർക്കിഡിലൊന്നും ഇല്ല. ആകെപ്പാടെ എനിക്കൊരു Gmail അക്കൗണ്ടേ ഉള്ളൂ. പിന്നെ ഞാൻ അധികം TV ഒന്നും കാണാറില്ല. കൂടുതലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചാണ് ടൈം കളയാറ്. ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് എവിടെയൊക്കെയാണ് പബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നത്? ഒരെണ്ണം രാജഗിരി തന്നെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നിരുന്നു, അവിടെ പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരെണ്ണം മലേഷ്യയിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ വിസ്ഡം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ രാജഗിരിയിൽ എഗെയിൻ ഒരു കോൺഫറൻസ് വരുന്നുണ്ട്, സെക്കൻഡ് കോൺഫറൻസ്, ഇൻ്റർനാഷണൽ കോൺഫറൻസ്. അവിടെയും പേപ്പർ ആക്സെപ്റ്റ് ആയിട്ടുണ്ട്, പബ്ലിഷ് ആവും. ഓഗസ്റ്റ് 9 to 11 ആണ് കോൺഫറൻസ്. ആ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡബിൾ ആണ്? സ്പ്രിങ്ങറൊക്കെ സ്പ്രിങ്ങർ ഉണ്ട് ഒരെണ്ണം, അത് ഡൗൺലോഡബിൾ ആണ്. മറ്റു പേപ്പേഴ്സ് ഒന്നും ആയിട്ടില്ല? മറ്റു പേപ്പേഴ്സ് ഒന്നും ഓൺലൈനായിട്ട്? രണ്ടും ഡൗൺലോഡബിൾ ആണ്. ഇതിപ്പോൾ കോൺഫറൻസ് നടക്കാൻ പോവല്ലേ, അപ്പോൾ പുറത്ത് ഇറക്കിയിട്ടില്ല. അവിടെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കോൺഫറൻസിൽ. ഇതിപ്പോൾ ഈ റിസർച്ച് വർക്കുകളെല്ലാം നമ്മളൊരു കോപ്പിറൈറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന ഇത്രയും? എൻ്റെ ഇപ്പോൾ പേപ്പേഴ്സ് രണ്ടും കോപ്പിറൈറ്റഡ് ആണ്. ഇപ്പോൾ ഇതും അതെ, ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതും അതെ, കോപ്പിറൈറ്റഡ് ആണ്. ഇപ്പോൾ ഒരു എന്താ പറയുക,
ഒരു പേറ്റൻറ്റ്, ഭൗതികമായിട്ടുള്ള സ്വത്തവകാശം, അങ്ങനെ കുറേ കാശൊക്കെ ഉണ്ടാക്കണം എന്ന് ആശയമുണ്ടോ? അയ്യോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ക്വറി പ്രോസസ്സിങ് ഏരിയ, പ്രൊജക്റ്റ് ചെയ്തത് അതിലാണ്. അപ്പോൾ അത് കുറേ പേപ്പേഴ്സ് വായിച്ച് അതിൽ കൂടുതൽ അറിവ് നേടണം എന്നൊരാഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് വിട്ട് മറ്റ് താല്പര്യങ്ങളൊക്കെ? ഡാൻസ് ഇഷ്ടമാണ്. പെർഫോം ചെയ്തിട്ടുണ്ടോ? ഡാൻസിങ് കളിച്ചിട്ടുണ്ട്. ഓക്കെ. എപ്പോഴൊക്കെ? ഇവിടെ കുറേ കുടുംബ യൂണിറ്റിൻ്റെ അത് ഉണ്ടാകുമ്പോഴും പിന്നെ കോളേജിൽ കളിച്ചിട്ടുണ്ട്. തിരുവാതിരയ്ക്കും കളിച്ചിട്ടുണ്ട്. ഡാൻസ് എന്ന് പറയുമ്പോൾ ഏതുതരം ഡാൻസ്? തിരുവാതിര കളിക്കും, പിന്നെ സിനിമാറ്റിക് ഡാൻസ് കളിക്കും. മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. ആരൊക്കെയാണ് ഏറ്റവും നല്ല ഗായകരായിട്ടൊക്കെ തോന്നുന്നത്? ചിത്രം, ചിത്രം ഇഷ്ടം. അതാണ്. പിന്നെ ഡാൻസ് മ്യൂസിക് കഴിച്ച് വേറെ ഒന്നുമില്ല? ന്യൂസ് പേപ്പർ അല്ല, അത്ര തന്നെ. പക്ഷേ റിസർച്ച് പേപ്പേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കേതികമാണ്, മുഴുവൻ സാങ്കേതികമാണ്. പിന്നെ അതിൽ ആവശ്യത്തിൽ കൂടുതൽ ആവശ്യമായിട്ട് അല്ല, അത് ലോജിക്കലായിരിക്കണം. നമ്മളൊരു സാധാരണ വാചകം പറയുന്നത് അനുവദനീയമല്ല റിസർച്ച് പേപ്പറിൽ. അതിനെല്ലാ ആസ്പെക്റ്റും നോക്കുമ്പോൾ അപ്പോൾ ഇത്രയും ഈ കടുത്ത യുക്തിബോധവും പിന്നെ അതുപോലെ തന്നെ സാങ്കേതികതയും ഇതിനെ ബോറടിപ്പിക്കുകയോ പേപ്പർ വായനയെ? എനിക്ക് ഞാൻ പൊതുവെ പേപ്പർ വായിക്കുമ്പോൾ ലിങ്ക് ചെയ്ത് കുറേ അങ്ങനെ ബോറടിപ്പിക്കാറൊന്നുമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയ ആയതുകൊണ്ട് ആ പേപ്പേഴ്സ് എനിക്ക് കൂടുതൽ അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് കഴിഞ്ഞു. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പേപ്പേഴ്സ് വായിക്കുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് ബോറടിക്കാറുണ്ടായിരുന്നു. പക്ഷെ സാറിങ്ങനെ വായിച്ച് ആ ഒരു ലെവലെത്തണം, എന്നാൽ മാത്രമേ നമുക്കതിൽ കൂടുതൽ ശരിക്കും അറിവ് നേടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വായിച്ച് എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയി. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അത്ര, എന്നാലും വായിച്ച് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷേ ഞാൻ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് ബോധ്യമുള്ള ഉത്തരം പറയണം. ഇൻ്റർനാഷണലായിട്ട് ഒരുപാട് പേപ്പേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ആ പേപ്പേഴ്സിനെല്ലാത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരമുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? തോന്നിയിട്ടില്ല. ഇല്ല. കാര്യം പല പേപ്പേഴ്സും ഞാൻ വായിക്കുമ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഐഡിയ പറയുന്നത് ചിലപ്പോൾ വേറെ പേപ്പറിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സെയിം. അതുകൊണ്ട് നമ്മൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ അസ്. അതായത് അതിലേതെത്ര നല്ലത് ഏത് എടുക്കണം എന്നുള്ളത് നമ്മൾ തന്നെ. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എഞ്ചിനീയറിങ് ഒരു സയൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഒരു സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ആകുമ്പോൾ അതിന് പൊസിഷൻ വേണം. അത് രണ്ട് വിധത്തിൽ വരിക സാധ്യമല്ല. അങ്ങനെ കൂടെ വെച്ചാൽ കുറേ കോളേജസ് ഫിനാൻഷ്യൽ നേട്ടങ്ങൾക്ക് വേണ്ടി കോൺഫറൻസ് നടത്തുന്നുണ്ട്. അവിടെ ദേ ഡസ് നോട്ട് ലുക്ക് ഇൻ ടു ദ ക്വാളിറ്റി ഓഫ് ദ പേപ്പർ. അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് പൈസ കിട്ടണം, പേപ്പർ കുറച്ച്. അപ്പോൾ ആസ് ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ചറിനെ ബേസ് ചെയ്ത് കുറച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ട് ദ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വി കനോട്ട് പ്രെഡിക്റ്റ്. അങ്ങനെയും ഫിനാൻഷ്യൽ നേട്ടങ്ങൾക്ക് കോൺഫറൻസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പേപ്പർ അവതരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നുണ്ട്. എത്രത്തോളമൊക്കെ വാങ്ങും? ഇപ്പോൾ IEEE ആണെങ്കിൽ 7,000. പക്ഷേ IEEE സ്പ്രിംഗർ ഇപ്പോൾ അങ്ങനത്തെ അതിൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റി നോക്കിയിട്ട് റിവ്യൂസ് ഒരു 3-4 റിവ്യൂസൊക്കെ നടത്തിയിട്ടേ ആ പേപ്പർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത സൈറ്റ്സ് കുറേ ഉണ്ട്. വെറുതെ ഒരു ജേർണൽസൊക്കെ പലത് ജേർണൽസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എത്രത്തോളം അതിൽ ക്വാളിറ്റി ഉണ്ട് ആ പേപ്പറിലെന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, BAക്ക് റിവ്യൂ എഴുതിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? റിവ്യൂ എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. ഹിഡൻ ആയിരിക്കും. റിവ്യൂ കമൻസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി എന്നെക്കൊണ്ട് റിവ്യൂസ് എഴുതിച്ചിട്ടുണ്ട്. അല്ല, BA കുറിച്ചുള്ള റിവ്യൂ എങ്ങനെയാണ്? എൻ്റെ പേപ്പറിൻ്റെ റിവ്യൂ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറയും. ലിറ്ററേച്ചർ സർവേ കുറച്ചും കൂടിയും സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അങ്ങനെയൊക്കെ ആ പേപ്പറിനെ കുറിച്ച് എന്തൊക്കെയാണോ സ്ട്രക്ചറിൽ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത് അതൊക്കെയും പറയും. അതുപോലെ തന്നെ നമ്മൾ പേപ്പർ പ്രസൻറ്റേഷനിൽ ഇതുവരെയുള്ള അറിവുകൾ ക്രോഡീകരിച്ച് പേപ്പർ ആക്കുക എന്നതിനപ്പുറം പുതിയ അറിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും. ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡ് കോൺട്രിബ്യൂഷൻ ഉള്ളതായിട്ട് അറിയാം? എനിക്കാണ് സ്വന്തമായിട്ട് ഉണ്ട്. ഞാൻ പേപ്പർ വായിക്കുമ്പോൾ ഇപ്പോൾ ക്വറി പ്രോസസ്സിങ്ങിൽ തന്നെ ഞാൻ കുറേ പേപ്പേഴ്സ് വായിച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വറി എന്ന് പറയുന്നത് എവിടെയും
ഡീൽ ചെയ്തിട്ടില്ല, ഒറ്റ പേപ്പേഴ്സിലും ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ തന്നെ പേപ്പേഴ്സ് വായിച്ച് ഇപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഇങ്ങനെ ലൊക്കേഷൻ ബേസ്ഡ് ക്വറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ക്വറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ലൊക്കേഷൻ അവെയർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ക്ലാസിഫൈ ചെയ്ത ഒരു പേപ്പറിനകത്ത് ഡിസ്ക്രൈബ്